റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ്യാ. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. എന്റെ റബ്ബ് അല്ലാഹുവാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, എന്റെ ദീൻ ഇസ്ലാമായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ, എന്റെ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ, എല്ലാ ദിവസവും രാവിലെ മൂന്ന് നേരം, വൈകുന്നേരം 3 നേരം ഒരാൾ പറഞ്ഞാൽ, ഹഖ്ഖുൻ അലല്ലാഹി അയ്യുർളിയഹു യൗമൽ ഖിയാമ, നാളെ പാരത്രിക ലോകത്തിലെത്തിയാൽ അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ ചെയ്തു കൊടുക്കൽ അല്ലാഹുവിന്റെ ബാധ്യതയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഖൽബ് കൊണ്ട് പറയണമെന്നാ പറഞ്ഞത്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ നബി മുഹമ്മദിൻ നബിയ്യാ. പറയൂ മുഅ്മിനീങ്ങളെ, ഒന്നിച്ച് ഖൽബ് കൊണ്ട് അർത്ഥം മനസ്സിലാക്കി പറയണം. റളീതു ബില്ലാഹി റബ്ബാ. പറയൂ, എന്റെ റബ്ബ് അല്ലാഹുവാണെന്നതിൽ എനിക്കെന്തെന്നില്ലാത്ത ആത്മാഭിമാനമുണ്ട്. വബിൽ ഇസ്ലാമി ദീനൻ, എന്റെ മതം ഇസ്ലാമായതിൽ ഞാൻ അഭിമാനിക്കുന്നു, ഞാനതിൽ സന്തോഷിക്കുന്നു. വബി മുഹമ്മദിൻ നബിയ്യാ, എന്റെ പ്രവാചകൻ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കിട്ടിയതിൽ ഞാൻ വലിയ ഭാഗ്യവാനാണെന്ന് ഖൽബ് കൊണ്ട് അർത്ഥം മനസ്സിലാക്കി ഒരാൾ രാവിലെയും വൈകുന്നേരവും 3 തവണ ചൊല്ലിയാൽ, അല്ലാഹു എന്താണോ പാരത്രിക ലോകത്തെത്തിയാൽ, മഹ്ശറയിലെത്തിയാൽ അയാൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അല്ലാഹു ചെയ്തു കൊടുക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഹഖ്ഖുൻ അലല്ലാഹി അയ്യുർളിയഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അയാളെ സന്തോഷിപ്പിക്കൽ അല്ലാഹുവിന് നിർബന്ധമായ കടമയാണ് എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. ഖബറിലെത്തിയാൽ എന്താ നിങ്ങൾക്ക് സന്തോഷം? നല്ലൊരു AC സംവിധാനമുള്ള ഖബർ, വിശാലമായ ഖബർ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കാൻ പറ്റിയ ഖബർ, അല്ലേ? വേദനകളില്ലാത്ത, ഇരുട്ടില്ലാത്ത, ശിക്ഷയില്ലാത്ത ഖബറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ചെയ്തു തരൽ അല്ലാഹുവിന്റെ കടമയാണ്. നാളെ മഹ്ശറാലോകത്തേക്ക് ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും. ഖബറിൽ നിന്ന് ആളുകളെല്ലാം കൂട്ടം കൂട്ടമായി മഹ്ശറയിലേക്ക് പോകുന്നൊരു ദിവസം വരാനുണ്ട്. യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതാ, കൂട്ടം കൂട്ടമായി ആളുകൾ മഹ്ശറയിലേക്ക് പോകുന്നുണ്ടെന്ന് ലിയുറൗ അഅമാലഹും, അവരുടെ അമലുകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഖബറിൽ നിന്ന് നമ്മൾ എവിടേക്ക് പോകുന്നത്? മഹ്ശറയിലേക്ക് പോകുന്നത്. അങ്ങനെ മഹ്ശറയിലേക്ക് പോകുമ്പോൾ തന്നെ പല രീതിയിലാണ് ആളുകൾ പോകുന്നത്. ജീവിതത്തിൽ ചെയ്ത നന്മകളാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി, വളരെ മലക്കുകളുടെ അകമ്പടിയോടുകൂടിയാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്ത ആളുകൾ ഇഴഞ്ഞിഴഞ്ഞ് മൂക്കുകുത്തി നിലത്തുകൂടെ വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യവും ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ പണ്ഡിതന്മാരും നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ കടന്നു പോകുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ ആ ദിവസം നിങ്ങളെ സന്തോഷിപ്പിക്കണ്ടേ? ആ ദിവസത്തിൽ നിങ്ങളെ സന്തോഷിപ്പിക്കൽ അല്ലാഹുവിന്റെ കടമയാണ്. പക്ഷെ എന്തു ചെയ്യണം? രാവിലെയായാലും വൈകുന്നേരമായാലും സുബഹിയായാലും മഗ്രിബായാലും റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. ഖൽബ് കൊണ്ട് പറയണം, അർത്ഥം മനസ്സിലാക്കി പറയണം. വെറുതെ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് പോലെ അർത്ഥമറിയാതെ ഖൽബിൽ ഉൾക്കൊള്ളാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ മഹ്ശറയിലേക്ക് എത്തിയാൽ ഒരു ചാൺ മുകളിലുള്ള സൂര്യന്റെ ചൂടാണല്ലോ, ആർക്കാ അതറിയാത്തത്? നെരിയാണി മുതൽ മുട്ടുവരെ, ഊര വരെ, ചെസ്റ്റ് വരെ, മൂക്കറ്റം വരെ വിയർത്തു കുളിക്കുന്ന സാഹചര്യത്തില് എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അർശിന്റെ തണലാണോ? അത് ചെയ്തു തരൽ അല്ലാഹുവിന്റെ നിർബന്ധമായ കടമയാണ്.
നിങ്ങൾക്ക് ഹൗലുൽ കൗസറിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണോ? അത് ചെയ്തു തരാൻ അള്ളാഹുവിന്റെ കടമയാണ്. വലത് കയ്യിൽ കിതാബാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് ചെയ്തു തരൽ അള്ളാഹുവിന്റെ കടമയാണ്. നന്മയും ചിന്മയും തൂക്കി നോക്കുന്ന ആ തുലാസ് നന്മ തൂങ്ങാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നന്മയ്ക്ക് ഭാരമുണ്ടാവാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കടന്നു പോകാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും മിന്നൽ വേഗതയിൽ കടന്നു പോകാനുള്ള അവസരം ഉണ്ടാക്കി തരേണ്ടത് അള്ളാഹുവിന്റെ കടമയാണ്. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ കടമയാണ്. സ്വർഗത്തിലെത്തിയാൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ മഹാന്മാരായ പ്രവാചകന്മാരുടെ സ്വഹാബാക്കളുടെ ഔലിയാക്കളുടെ സ്വാലിഹീങ്ങളുടെ കൂടെ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ അവരുടെ കൂടെ ജീവിക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതും ചെയ്തു തരൽ അള്ളാഹുവിന്റെ നിർബന്ധമായ ബാധ്യതയാണ്. പക്ഷേ നിങ്ങൾ എന്തു ചെയ്യണം? രാവിലെയായാൽ റളീതു ബില്ലാഹി റബ്ബാ, അല്ലാഹുവേ എന്റെ റബ്ബ് നീയായതിൽ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട് എന്ന് ഖൽബ് കൊണ്ട് പറയണം മുഅ്മിനീങ്ങളെ. എന്റെ ഇസ്ലാം അഥവാ ഞാനൊരു മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു. എനിക്കൊരു മുസ്ലിമായി ജനിക്കാൻ നീ അവസരം നൽകിയല്ലോ അല്ലാഹ്. മുഹമ്മദിൻ നബിയാ, 1,00,000 ചില്ലാനും പ്രവാചകന്മാരുണ്ടായിട്ട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലോകത്തേറ്റവും ശ്രേഷ്ഠനായ പരിപൂർണനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഉമ്മത്തായി ജനിക്കാൻ എനിക്ക് അവസരം തന്നുവല്ലോ, അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ നിങ്ങൾക്ക് 3 തവണ എല്ലാ ദിവസവും ചൊല്ലാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല പാരത്രിക ലോകത്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. നിങ്ങൾ വിചാരിക്കും ഇത്ര എളുപ്പമാണ് സ്വർഗം അല്ലെ? ഇത് എല്ലാ ദിവസവും ആർക്കാ പറയാൻ കഴിയാത്തത്? അങ്ങനെ ചിന്തിക്കുന്നില്ല നിങ്ങൾ? ഇത് ആർക്കാ പറയാൻ കഴിയാത്തത്? ഇത് ഇത്ര എളുപ്പല്ലേ? എന്നാൽ ഇത് സ്ഥിരമായി ചൊല്ലുന്നവരൊന്ന് കൈപൊക്കി, വർഷങ്ങളായിട്ട് സ്ഥിരമായി ചൊല്ലുന്നവരൊന്ന് കൈപ്പൊക്കെ ഒന്ന് പൊക്കിയിട്ട് താഴ്ത്തിക്കോ. പൊക്കാൻ വേണ്ടിയുണ്ടെങ്കിൽ താഴ്ത്തിക്കോടെ. രണ്ടാളിപ്പോ ഇത്ര സദസ്സ് രണ്ടാളാ പൊക്കിയത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങള് ഇങ്ങനെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് ചൊല്ലാണോ, അല്ല നിങ്ങളൊന്ന് ഖൽബ് കൊണ്ട് പറയാറുണ്ടോ? ഇത് ഖൽബ് കൊണ്ട് പറഞ്ഞാലുള്ള നേട്ടം എന്താണ്? ഒരാൾ റളീതു ബില്ലാഹി റബ്ബാ, എന്റെ റബ്ബ് നീയായതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ചെയ്യാൻ അയാൾക്ക് കഴിയുമോ മുഅ്മിനീങ്ങളെ? കഴിയോ? അള്ളാന്റെ റബ്ബാണല്ലോ എന്നതിൽ വലിയ സന്തോഷാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ കഴിയോ? പഠിച്ചോന് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ കഴിയോ? എന്റെ മതം ഇസ്ലാമാണെന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് നിങ്ങൾക്ക് നിരന്തരമായി നിങ്ങളെ ഖൽബ് കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ഇസ്ലാം കൽപ്പിക്കാത്തത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? കഴിയോ? ഇസ്ലാം എനിക്ക് മുസ്ലിമായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറയുന്ന ഒരാള് ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരു കാര്യം ചെയ്യോ? ചെയ്യില്ല. അതുകൊണ്ട് ഖൽബ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത്. ഖൽബ് കൊണ്ട് പറയുന്ന ഒരാൾക്ക് ഇസ്ലാം കൽപ്പിക്കാത്തത് ചെയ്യാൻ കഴിയൂല. പിന്നെയോ മുഹമ്മദിൻ നബിയാ, എന്റെ പ്രവാചകൻ മുഹമ്മദ് നബിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുന്ന ഒരാൾക്ക് ഒരിക്കലും അല്ലാഹുവിന്റെ ഹബീബിനോട് എതിര് പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അർത്ഥം മനസ്സിലാക്കി ഖൽബ് കൊണ്ട് പറയണമെന്ന് പറഞ്ഞത്. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ. ഇനി നാളത്തെ പ്രഭാതം മുതൽ ഇന്നത്തെ രാത്രി മുതൽ തന്നെ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ഇത് ചൊല്ലാൻ തുടങ്ങണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ്. ഉറക്കെ പറയണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ ചൊല്ലി കഴിഞ്ഞാലുള്ള നേട്ടം എന്തെന്നറിയോ? മശ്റയിലൂടെ പഠിച്ചവനോട് നമുക്ക് ചോദിച്ചു വാങ്ങാം. പഠിച്ചവനോട് ചോദിച്ചു വാങ്ങാം. എന്തേ? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ഇത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാണല്ലോ. അല്ലാഹ് നീ പറഞ്ഞതല്ലാത്ത ഒരു വാക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടില്ലല്ലോ. നീ പറഞ്ഞതല്ലേ നബിച്ചങ്ങൾ ഞങ്ങളോട് പഠിപ്പിച്ചു തന്നത്, അതല്ലേ ഞങ്ങൾ ചൊല്ലാൻ തുടങ്ങിയത്. എന്നിട്ടും എന്തേ ഞങ്ങൾ അപകടത്തിൽ എന്ന് അല്ലാഹുവിനോട് ചോദിക്കാൻ നമ്മൾക്ക് അവകാശമുണ്ട്. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മീആദ്. അല്ലാഹു തആല നമ്മുടെ വാക്കൊരിക്കലും അല്ലാഹുവിന്റെ വാക്കൊരിക്കലും അല്ലാഹു തെറ്റിക്കൂല എന്നാ പറഞ്ഞത്. വിശ്വാസ വഞ്ചനയില്ല അവിടെ.
കരാറ് ലംഘനമില്ലവിടെ. അള്ളാഹു വാക്ക് തന്നാൽ വാക്കാണ്. അതുകൊണ്ട് ധൈര്യമായി മഹ്ശറയിലേക്ക് കടന്നു പോകാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മുസ്ലിമായി മരിക്കലാണ് നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണല്ലോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, മുസ്ലിമീങ്ങളിൽ നീ എന്നെ ചേർക്കണേ അല്ലാഹ്, മുസ്ലിമായി നീ എന്നെ മരിപ്പിക്കണേ എന്ന് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. മുസ്ലിമീങ്ങളായ നമ്മളും അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത്, അല്ലാഹുവേ, ഞങ്ങളുടെ ലക്ഷ്യം മുസ്ലിമായി ഈമാൻ സലാമത്തായി മരിക്കലാണെന്ന് ദുആ ചെയ്യണം. അങ്ങനെ ഈമാൻ സലാമത്തായി പുഞ്ചിരിയോടെ മരിക്കാനുള്ള ഒരു അവസരം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്തെന്നറിയോ? നബി തങ്ങൾ പറഞ്ഞു, മൻ സർറഹു അയ്യൽഖല്ലാഹ ഗദം മുസ്ലിമാ, ഒരാൾക്ക് മുസ്ലിമായിട്ട് മരിക്കണം എന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ ഫൽയുഹാഫിൽ അലാ ഹാദിഹി സ്വലവാത്ത്, 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കണം എന്ന് ഷഫീഉനാ റസൂലുള്ളാഹ്. 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ വന്നിട്ട് നിസ്കരിക്കണം. നിങ്ങളുടെ വീട്ടിലേക്ക് പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പള്ളിയിലേക്ക് എത്തണം. ബാങ്കിന്റെ വിളി കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്യൂസ് ഉണ്ട്, ഇളവുണ്ട്. ബാങ്കിന്റെ വിളി കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മഹല്ലത്തുകളിലാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തണം. യാത്രക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇളവുണ്ട്. നിങ്ങൾ യാത്ര പോവാൻ കോഴിക്കോട്ടേക്ക്, കാസർഗോട്ടേക്ക്, കണ്ണൂരേക്ക്, അല്ലെങ്കിൽ മലപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഊട്ടിയിലേക്കൊക്കെ നിങ്ങൾ യാത്ര പോവുകയാണെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ പള്ളിയിലേക്ക് പോയില്ലെങ്കിൽ ബാഹു നിങ്ങളെ ചോദ്യം ചെയ്യൂല, യാത്രക്കാരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ മഹല്ലിന്റെ പരിധിയിലാണെങ്കിൽ ബാങ്കിന്റെ വിളി നിങ്ങളുടെ വീട്ടിലേക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ജമാഅത്തിനെത്തിയിരിക്കണമെന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അല്ലാത്തവരൊക്കെ മുനാഫിഖീങ്ങളാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ബാങ്കിന്റെ വിളി കേട്ടിട്ടും മഹല്ലിന്റെ പരിധിയിലുണ്ടായിട്ടും പള്ളിയിലേക്ക് ജമാഅത്തിന് പോവാതെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നത് മുനാഫിഖിന്റെ അടയാളമാണ്. മുനാഫിഖീങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടാണ് മുനാഫിഖീങ്ങൾക്ക് നൽകാൻ പോകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, നരകത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞതെന്താണ്? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ തീജ്വാലകൾ എന്ന് പറയുന്നത് ദുനിയാവിലുള്ള തീയിനെക്കാളും 70ഓളം ഇരട്ടി ഗാംഭീര്യമുള്ളതാണ്, ശക്തിയുള്ളതാണ്. സാധാ നരകത്തിന്റെ തീയിന്റെ ഗൗരവമാണിത്. എന്നാൽ നരകത്തിലെ ഏറ്റവും കാഠിന്യമേറിയ നരകമെന്ന് പറയുന്നത് 70ാമത്തെ ഏറ്റവും അടിത്തട്ടാണ്. അവിടെയാണ് ഏറ്റവും കാഠിന്യമുള്ളത്, അവിടെയാണ് ഏറ്റവും പ്രയാസമുള്ളത്. അവിടെയാണ് അല്ലാഹു മുനാഫിഖീങ്ങൾക്ക് നൽകുന്നത്. ആരാണ് മുനാഫിഖീങ്ങൾ? മുനാഫിഖീങ്ങൾ മുസ്ലിമീങ്ങളാണ്, പക്ഷേ കപട വിശ്വാസികളാണവർ. ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ നുണ പറയുന്നവൻ മുനാഫിക്കാണ്. വഇദാ വഅദ ഖലഫ, വാക്ക് നൽകിയാൽ ലംഘിക്കുന്നവൻ മുനാഫിക്കാണ്. വഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചാൽ വഞ്ചിക്കുന്നവനും മുനാഫിക്കാണ്. മുസ്ലിമീങ്ങളായ കപട വിശ്വാസികൾക്കാണ് അല്ലാഹു ബഹുദൈവ വിശ്വാസികൾക്ക് നൽകുന്നതിനേക്കാളും ശക്തമായ ശിക്ഷ നാളെ പാരത്രിക ലോകത്ത് നൽകുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നറിയോ? അവർ ചതിയന്മാരാണ്, അവർ ചതിയന്മാരാണ്. ബഹുദൈവ വിശ്വാസികൾക്ക് ഇസ്ലാമിന്റെ ആശയം എത്താഞ്ഞിട്ടാണ്, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ അവർക്ക് അവസരം ലഭിക്കാഞ്ഞിട്ടാണ്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് ഇസ്ലാം ലഭിക്കാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാമിന്റെ മാധുര്യം അനുഭവിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മുസ്ലിമീങ്ങളായ ആളുകളെ ഇസ്ലാമിന്റെ മാധുര്യം നുകർന്നവരാണവർ, ഇസ്ലാമിന്റെ ആശയം മനസ്സിലാക്കിയവരാണവർ. എന്നിട്ടും പരിശുദ്ധ ഇസ്ലാമിന്റെ മനോഹരമായ ആശയം ഉൾക്കൊള്ളാതെ സംസാരിക്കുമ്പോൾ നുണ പറയുന്നവർ, വാക്ക് നൽകിയാൽ വാക്ക് ലംഘിക്കുന്നവർ, വിശ്വാസ വഞ്ചന നടത്തുന്നവർ, ഇവരെല്ലാം മുനാഫിക്കീങ്ങളുടെ അടയാളമുള്ളവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ബാങ്ക് വിളിക്കുമ്പോൾ നാട്ടിലുണ്ടായിരിക്ക ജമാഅത്തിന് പള്ളിയിലേക്ക് വരാത്തവർ മുനാഫിക്കീങ്ങളുടെ അടയാളമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്.
ഈ മുനാഫിക്കീങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നത് നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള ഗൗരവമായ ശിക്ഷയായിരിക്കുമെന്ന് അല്ലാഹു തആല പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരുപാട് പേടിക്കാനുണ്ട്, ഒരുപാട് ഭയക്കാനുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന്, നരകത്തിൽ നിന്ന് സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ വീഴാതെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് അല്ലാഹു പറഞ്ഞത്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് ചില ബാധ്യതയുണ്ട്, നമ്മൾക്ക് നമ്മുടെ ശരീരത്തോട് ഹക്കുണ്ട്, കടപ്പാടുണ്ട്. അതുകൊണ്ടല്ലേ നബിതങ്ങൾ പറഞ്ഞത്, രാത്രി ഉറങ്ങാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണ്ട, രാത്രി ഉറങ്ങാതെ നിങ്ങൾ നിസ്കരിക്കണ്ട, രാവിലെ മുഴുവനും നിങ്ങൾ നോമ്പെടുക്കണ്ട, ഭാര്യമാരെ സമീപിക്കാതെ, കല്യാണം കഴിക്കാതെ, പൗരോഹിത്യം ഇവിടെ വേണ്ട എന്നല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ടാണിത്? രാത്രി ഉറങ്ങാത്തവന്റെ ശരീരം ക്ഷീണിച്ചു പോകും. കാരണം ശരീരത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി വല്ലൈല ലിബാസ, രാത്രിയെ അല്ലാഹു നമ്മൾക്കൊരു വസ്ത്രമാക്കിയിട്ടല്ലേ തന്നത്. ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി, രാവിലത്തെ ഹാങ് ഓവറൊക്കെ തീർക്കാൻ വേണ്ടി അല്ലാഹു നമ്മൾക്ക് തന്നതല്ലയോ ഈ രാത്രി? ആ രാത്രിയും നിങ്ങൾ ആ ഇബാദത്ത് ചെയ്താൽ എങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾക്ക് അല്ലാഹു തആല പിറ്റേ ദിവസം രാവിലെ ആരോഗ്യം നൽകുന്നത്? അതുകൊണ്ട് ഉറക്കൊഴിച്ചിട്ടുള്ള ഇബാദത്ത് വേണ്ട, മുഴുവൻ ഉറക്കൊഴിക്കുക. എന്താ ഇസ്ലാം പഠിപ്പിച്ചത്? 2/3 ഭാഗം നിങ്ങൾ ഉറങ്ങണം. നിങ്ങൾ എന്തു ചെയ്യണം? വളരെ ഇശാ നിസ്കാരത്തോടനുബന്ധിച്ച് നിങ്ങൾ കിടന്നുറങ്ങിയാൽ അവസാന ഭാഗത്ത് നിങ്ങൾ എണീക്കണം. 2/3 ഭാഗം കഴിഞ്ഞാൽ നിങ്ങൾ എണീക്കണമെന്നാ പറഞ്ഞത്. അതവരെ 8-9 മണിയാകുമ്പോഴേക്കും നിങ്ങൾ കിടന്നുറങ്ങിയാൽ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി ഒരു 4 മണിയാകുമ്പോഴേക്കും നിങ്ങൾ എണീക്കണമെന്നാ പറഞ്ഞത്. മുഴുവനായിട്ട് കിടന്നുറങ്ങാനല്ല, എന്നാൽ തീരെ ഉറങ്ങാതിരിക്കണമെന്നല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കടപ്പാടുണ്ട്, നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതേപോലെ രാവിലെ മുഴുവനും പട്ടിണി കിടക്കേണ്ട. ജീവിതത്തിൽ ചില ആസ്വാദനങ്ങളുണ്ട്, ഹലാലായ എന്റർടൈൻമെന്റ് ഉണ്ട്. അതൊന്നുമില്ലാതെ സ്ഥിരമായി നോമ്പെടുത്ത് ജീവിക്കണ്ട എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. കല്യാണം കഴിക്കാതെ, ലൈംഗികമായ ആസ്വാദനങ്ങളില്ലാതെ, അനുവദനീയമായ ആസ്വാദനങ്ങളില്ലാതെ നിങ്ങൾ ഭാര്യമാരിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കടപ്പാടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ശരീരത്തെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ നമ്മൾ തന്നെ കാരണക്കാരാവാൻ പാടില്ല. എന്തുകൊണ്ടാ കഞ്ചാവടിക്കരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാ കള്ളു കുടിക്കരുത് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് മോഷണം നടത്തരുത് എന്ന് പറയുന്നത്? പ്രിയമുള്ളവരെ, കഞ്ചാവും ലഹരിയും മയക്കുമരുന്നുമെല്ലാം നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുമെന്ന് നമ്മൾക്കറിയില്ലേ? പുകവലിക്കുന്നത് നമ്മുടെ ശരീരത്തെ നശിപ്പിക്കുമെന്ന് നമ്മൾക്കറിയില്ലേ? അള്ളാഹു നമ്മൾക്ക് തന്ന ഈ മഹത്തായ ശരീരത്തെ എന്തിനാണ് നമ്മൾ നശിപ്പിക്കുന്നത്? അത് നശിപ്പിക്കാൻ പാടില്ലല്ലോ എന്ന് ഇസ്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി ഉപയോഗിക്കുന്നത് ഹറാമാണ്. നിങ്ങളുടെ ശരീരത്തെ അത് നശിപ്പിച്ചു കളയും എന്നതുകൊണ്ട് തന്നെ, നിങ്ങളുടെ ബുദ്ധിയെ അത് നശിപ്പിച്ചു കളയും എന്ന കാരണത്താൽ തന്നെ, അതേപോലെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു, മോഷണം നടത്തരുത്. സാമ്പത്തികമായി മറ്റൊരാളുടെ സമ്പാദ്യങ്ങളെ നമ്മൾ അപഹരിക്കരുത്. കാരണം ചെറിയ ഒരു രൂപയാണെങ്കിൽ വരെ, ഒരു ചെരുപ്പിന്റെ വാറാണെങ്കിൽ വരെ, ലതസ്തഇലു അലൈഹി നാറാ, നാളെ മഹ്ശറ ലോകത്തെത്തിയാൽ നരകത്തിന്റെ തീജ്വാലകളായി നമ്മൾ മോഷ്ടിച്ച ഒരു നാണയം പോലും നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ചെരുപ്പിന്റെ ഒരു വാറാണെങ്കിൽ വരെ, ഒരു ചെരുപ്പാണെങ്കിൽ വരെ, ഒരു ചെരുപ്പ് നമ്മുടേത് നഷ്ടപ്പെട്ടാൽ മറ്റൊരു ചെരുപ്പ് ആർക്കും വേണ്ടാതെ കിടക്കുന്നുണ്ട്. ആ ചെരുപ്പ് നമ്മൾ എടുത്തു കടന്നു വന്നാൽ ആ ചെരുപ്പിന്റെ പേരിൽ പോലും നാളെ മഹ്ശറ ലോകത്ത് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന്, ആ ചെരുപ്പ് നരകത്താലുള്ള തീയായി മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട ഖാദിമായ ഒരു സ്വഹാബി
ഖൈബർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതോ ഒരു ശത്രുവിന്റെ അമ്പേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്നുണ്ട്. ആ സമയത്താണ് മഹാന്മാരായ സ്വഹാബാക്കൾ പറഞ്ഞത്, ഹനീഅൻ ലഹുൽ ജന്ന, എന്തൊരു ഭാഗ്യവാനാണ് അയാൾ. യുദ്ധം കഴിഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിന് ഖിദ്മത്ത് ചെയ്യുന്ന സമയത്ത് മരിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ, അയാൾക്ക് അള്ളാഹു സ്വർഗമല്ലാതെ പിന്നെ എന്താ നൽകുക എന്ന് മഹാന്മാരായ സ്വഹാബാക്കളെല്ലാം ഒന്നടങ്കം പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ചെറുപ്പക്കാരികളെ, നമ്മൾ അറിയാതെ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന്, നമ്മുടെ ചങ്ങാതിമാരിൽ നിന്ന്, അയൽവാസികളിൽ നിന്ന്, കുടുംബക്കാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് നമ്മൾ അറിയാതെ എടുത്തുകൊണ്ടുവരുന്ന ഒരു രൂപയാണെങ്കിലും, ഒരു തട്ടമാണെങ്കിലും, ഒരു അടക്കയാണെങ്കിലും, ഒരു തേങ്ങയാണെങ്കിലും, ഒരു മരത്തിന്റെ ചില്ലയാണെങ്കിലും നാളെ നരകത്തിലേക്ക് അള്ളാഹു വലിച്ചെറിയാൻ കാരണമാകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ അവിടെ ആർക്കാർക്കും വേണ്ടാത്ത ബാക്കിയുള്ള ഒരു തട്ടമെടുത്ത് ഉപയോഗിച്ചതിന്റെ പേരിൽ ഈ രക്തസാക്ഷിയായ സ്വഹാബിക്ക് അല്ലാഹു തആല നരകത്താലുള്ള ശിക്ഷ നൽകുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. മുഅ്മിനീങ്ങളെ, അപ്പൊ ഈമാൻ സലാമത്തായി മരിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അങ്ങനെ മരിക്കാൻ 5 നേരം ബാങ്കിന്റെ വിളിയാളം കേൾക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരണം എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വരാതെ നാട്ടിലെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നവര് മുനാഫിഖീങ്ങളുടെ അടയാളമെന്ന് പറയുമ്പോ ഓരോ ആളുകളും അവരുടെ ശരീരത്തെ കുറിച്ചൊന്ന് ആലോചിക്കണം. അല്ലാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ. അല്ലേ, ഗൗരവമുള്ള വിഷയല്ലേ? അല്ലെ, നിങ്ങളെന്താ മിണ്ടാത്ത? നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് ബാങ്കിന്റെ വിളി കേൾക്കുന്നുണ്ടോ? മൈക്കിന്റെ ശബ്ദം ഇപ്പൊ ഇവിടെ നിന്ന് വെച്ചാൽ ചിലപ്പോൾ കാസർഗോഡ് വരെ എത്തിക്കാൻ പറ്റും. അതല്ല വിഷയം. ഈ മൈക്ക് ഇവിടെ ബോക്സ് വെച്ച് 1 കിലോമീറ്റർ ഇങ്ങനെ വയറും കൊടുത്തിട്ട് കാസർഗോഡ്, കോഴിക്കോട് വരെ ഇതേ ബോക്സ് നമുക്ക് എത്തിക്കാൻ പറ്റൂലേ? ഓപ്പറേറ്റർമാർ പറയും പറ്റും. അപ്പൊ മൈക്കിന്റെ വാക്ക് കേൾക്കുന്നുണ്ടോന്നല്ല, നിങ്ങളുടെ പള്ളിയിൽ വളരെ സൈലന്റായി നിശബ്ദമായ ഒരു സമയം, രാത്രി 2 മണിക്കൊക്കെ ഉയർന്ന സ്ഥലത്ത് കയറി ഏറ്റവും ഉച്ചത്തിൽ നല്ല ശബ്ദമുള്ള ഒരാൾ ബാങ്ക് കൊടുത്താൽ എവിടൊക്കെ എത്തും? അവർക്കൊക്കെ ജമാഅത്തിന് പോലും നിർബന്ധാണ്. സുന്നത്തല്ല, നിർബന്ധാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടെ എടുക്കണം. അതിനാണല്ലോ ഈ വാളുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ഈമാൻ സലാമത്തായി മരിക്കാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, 5 നേരത്തെ നിസ്കാര ശേഷം ആയത്തുൽ കുർസി നിരന്തരമായി പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗമാണ് നൽകാൻ പോകുന്നത്. അവര് സ്വർഗ്ഗത്തിലെത്താതിരിക്കാൻ ഏക കാരണം മരണം മാത്രമാണ്. അപ്പൊ അങ്ങനെ നിരന്തരമായി ആയത്തുൽ കുർസി ഓതുന്നവർ എന്തുകൊണ്ടാ സ്വർഗത്തിൽ എത്താത്തത്? എന്തുകൊണ്ടാ? അവർ മരിക്കാത്തതുകൊണ്ട്. മരിച്ച അവർക്ക് സ്വർഗാണ്. അതാണ് ഇവിടെ പറയുന്നത്. മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് ഒന്നും കൂടി കേൾക്കണം. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബുറ കുല്ലി സ്വലാത്തിൻ മക്തൂബ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലൽ മൗത്ത്. 5 നേരത്തെ നിസ്കാര ശേഷം നിങ്ങൾ നിരന്തരമായി ആയത്തുൽ കുർസി പാരായണം ചെയ്താൽ അല്ലാഹു തആല നിങ്ങൾക്ക് സ്വർഗ്ഗമാണ് നൽകാൻ പോകുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. ബക്കറ്റ് വരുന്നുണ്ട്. ബക്കറ്റിന്റെ കൂടെ കവറും വരും. ബക്കറ്റിൽ ഒരു 100 രൂപ ഇടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും? 3 ദിവസത്തെ കഴിയും. മാഷാ അല്ലാഹ്, 3 ദിവസത്തെ വേല. 10 രൂപ വേണ്ട. 10 രൂപ ഇട്ടിട്ട് കാര്യം എന്തില്ല. കാരണം എന്തല്ലോ, സംഘാടകർ കുറെ സമയം പിടിക്കും എണ്ണിത്തീരാൻ. പക്ഷെ പൈസ കുറച്ചേ ഉണ്ടാവും. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് 100 രൂപ ഇടാൻ എല്ലാവർക്കും കഴിയും. ഇവിടുത്തെ മണ്ണാർക്കാട് ഒത്തിരി പരിപാടി ഉണ്ടായിരുന്നു. ബക്കറ്റ് കളക്ഷൻ മാത്രം 40,000 രൂപ ഉണ്ടായിരുന്നു. 10 രൂപ ഇട്ടാൽ 40,000 എത്തോ? 10 രൂപ ഇട്ടാലേ. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് മനസ്സറിഞ്ഞിട്ട് ഒരു 100 രൂപ, അതിനേക്കാൾ കുറക്കണ്ട. അപ്പൊ അതിനേക്കാൾ കുറച്ചും കൊണ്ടുവന്നവരുണ്ടാവും, 100 ഇല്ലാത്തവരുണ്ടാവും. അവരുള്ളതൊക്കെ ഇട്ടോളി. 100 കയ്യിലുണ്ടെങ്കിൽ 100 തന്നെ ഇടും. കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഘാടകർക്ക് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. പല പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കാൻ നമ്മുടെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, മെഹബൂബ് ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. നിങ്ങൾ സഹായിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സ് വെച്ചിട്ട് ഈ വിഷയത്തിൽ സഹായിക്കുക. ബക്കറ്റിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരണം ഇൻഷാ അല്ലാഹ്. സഹായിക്കൂലേ? ഇല്ലേ? ഒന്ന് എണീറ്റിക്കും നിങ്ങളെല്ലാവരും. ഒന്ന് എണീറ്റ് നിന്നിട്ട് നമുക്ക് ഇരിക്കാം. ഒന്ന് അപ്പുറത്തുള്ള ആൾക്കെല്ലാം ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യല്ലേ?
ഒന്ന് മുമ്പിലേക്ക് ഒന്ന് കയറി, കുറച്ച് മുമ്പിലേക്ക് ചെയർ കുറച്ച് മുമ്പിലേക്ക്. ബാക്കിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. മാഷാ അല്ലാഹ്, അടുത്ത് നല്ല സുഖം, എനിക്ക് നല്ല സുഖം അടുത്ത് വന്നാൽ. സമയമായി, കുറച്ചുള്ളൂ, ഇനി ആകെ 50 മിനിറ്റ് ഉള്ളൂ സംസാരിക്കാൻ. ഇതിനനുസരിച്ച് പോകണ്ടായിരുന്നു, വേറെ ദുആ കഴിഞ്ഞിട്ട് പോവാം. അപ്പൊ ഒരു വിഷയം കഴിഞ്ഞു. സ്വർഗത്തിലേക്ക് എത്താൻ ബക്കറ്റ് വരുമ്പോൾ സഹോദരിമാർ നിങ്ങളൊക്കെ നന്നായി സഹായിക്കണേ. നിങ്ങളൊക്കെ പ്രതീക്ഷയിലാണ് സംഘാടകർ ഇങ്ങനെ പല വിഷയങ്ങളും നിരന്തരമായി നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ കൂടെ നിൽക്കണം നമ്മുടെ ചെറുപ്പക്കാരുടെ കൂടെ. നമ്മൾ അത്തരം പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു താങ്ങായിട്ട് ധൈര്യമായിട്ട് അവിടെ ഉണ്ടാവണം. ധൈര്യത്തിനൊരാളുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തു ചെയ്തുകൂടെ? ധൈര്യത്തിനൊരാൾ വേണം. നമ്മൾ പെട്ടുപോകരുത്, കടത്തിലായി പോകരുത് എന്നൊരു ധൈര്യം നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് തന്നെ അപ്പൊ ഒന്നാമത്തെ വിഷയം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. എന്താ ഒന്നാമത്തെ വിഷയം? സ്വർഗത്തിൽ കടക്കാനുള്ള ഒന്നാമത്തെ വിഷയം എന്താ പറഞ്ഞത്? എന്തെങ്കിലും ഇപ്പന്നെ മറന്നോ? മരിച്ചാലല്ലേ സ്വർഗത്തിലെത്തും, ജീവനോട് പോകാൻ പറ്റൂലല്ലോ. നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുക, 5 നേരത്തെ നിസ്കാരം, പള്ളിയിൽ വരാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഉമ്മമാരൊക്കെ ഉണ്ടാവും ഇവിടെ, സഹോദരിമാരൊക്കെ ഉണ്ടാവും. നിങ്ങളെ ഭർത്താക്കന്മാരെ സുബഹിക്ക് എണീപ്പിച്ച് പള്ളിയിലേക്ക് അയക്കുക. മക്കളെ 15-10 വയസ്സിന്റെ മുകളിലുള്ള മക്കളെയും നിർബന്ധമായിട്ടും പള്ളിക്ക് അയക്കാം. അത് നിങ്ങൾ 1 ആഴ്ച 2 ആഴ്ച 3 ആഴ്ച കണ്ടിന്യൂ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് മരണം വരെ അത് ഒഴിവാക്കാൻ പറ്റൂല. ഒരു 3 ആഴ്ച 21 ദിവസം കണ്ടിന്യൂ തുടർച്ചയായി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിക്ക് പോകുന്ന ഒരു ശൈലി നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മരണം വരെ നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റൂല. റെഡി അല്ലേ എല്ലാവരും? ഇൻഷാ അല്ലാഹ് നിങ്ങൾ ട്രൈ ചെയ്യ്, പരിശ്രമിക്ക്. നമ്മളങ്ങനെ പരിശ്രമിക്കാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതിന് ആര് സഹായിക്കണം? ഭർത്താക്കന്മാരെ ഭാര്യമാര് സഹായിക്കണം, മക്കളെ ആര് സഹായിക്കണം? ഉമ്മമാര് സഹായിക്കണം. അതാണ് ഭർത്താവിനെ ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കുന്ന ഭാര്യ ഉണ്ടാകണമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. വലിയ ഭാഗ്യമാണത്, വലിയ ഭാഗ്യമാണത്. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങളിൽ ഏറ്റവും വലിയ സൗഭാഗ്യം ദീനിയായ വിഷയങ്ങളിൽ ഭർത്താവിനെ സഹായിക്കുന്ന ഭാര്യ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ കൺകുളിർമയുള്ള ഭാര്യമാരാക്കി തരട്ടെ. പിന്നെ എന്താണ് ഉമ്മമാരെ, നിങ്ങളുടെ അമാനത്തല്ലേ അല്ലാഹു നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലല്ലയോ നിങ്ങളുടെ മക്കൾ? സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? സൂക്ഷിക്കാൻ ഏൽപ്പിച്ച മുതലിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? ഈ ഫോൺ ഞാൻ നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ? ഇത് നിങ്ങളതല്ല, ഇത് എന്റേതാ. ഇത് ഞാൻ നിങ്ങൾ വേദം തുടങ്ങുമ്പോൾ നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചു, തിരിച്ചു പോകുമ്പോ എനിക്ക് തരണ്ടേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് ആരുതല്ല, നിങ്ങളതല്ല, ഇത് എന്റേതാ. എന്നാൽ അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മക്കളെ കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അല്ലബ്നാഉ അമാനതുൻ ഫീ അനാഖികും, മക്കൾ നിങ്ങളുടേതല്ല, നിങ്ങളുടെ സൂക്ഷിപ്പ് മുതലാണ്. മക്കൾ സൂക്ഷിപ്പ് മുതലാണ്. അങ്ങനെ നബി തങ്ങൾ മക്കളെ കുറിച്ച് പറഞ്ഞത് അൽ അബ്നാഉ അമാന, അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് മുതലാണ്. മാതാപിതാക്കൾക്ക് സൂക്ഷിക്കാൻ തന്നതാണ്, നിങ്ങളുടേതല്ല. കേട്ടാ? ഉപ്പമാരുമ്മമാരൊക്കെ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞതല്ല, നബിത്തങ്ങൾ പറഞ്ഞതാണ്. അമാന, സൂക്ഷിപ്പ് മുതൽ എന്നാണ് അള്ളാഹു മക്കളെ കുറിച്ച് പറഞ്ഞത്. സൂക്ഷിപ്പ് മുതൽ നമ്മുടേതല്ലല്ലോ, സൂക്ഷിക്കാൻ തന്നതല്ലേ. തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. എന്നാൽ ഈ ഒരു മൊബൈൽ ഫോൺ ഞാൻ നിങ്ങളെ ഈ ഒരു രീതിയിൽ ഏൽപ്പിച്ചു, നിങ്ങൾ എനിക്ക് എങ്ങനെയാണ് തിരിച്ചു തരേണ്ടത്? നിങ്ങൾക്ക് തന്നതുപോലെ എനിക്ക് തിരിച്ചു തരേണ്ടേ വേണ്ടേ? ഇതൊക്കെ നല്ലൊരു ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഫോണാണ്. അത് എങ്ങനെ തന്നു അതേപോലെ തിരിച്ചു തരണം. നിങ്ങൾ ഇതിന്റെ ഡിസ്പ്ലേ കേട് വരുത്തി എനിക്ക് തന്നാലോ? ഞാൻ തിരിച്ചു പോകുമ്പോൾ ഡിസ്പ്ലേ കേടായി, അങ്ങനെ തന്നാലോ? ആരാ ഉത്തരവാദി? നിങ്ങൾ ഇത് ശരിയാക്കി തരണ്ടേ? നിങ്ങളെ കടമയല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് അള്ളാഹു നമ്മൾക്ക് മക്കളെ തന്നത്? എങ്ങനെയാ തന്നത്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, സ്വർഗ്ഗക്കാരനായിട്ടാണ് അള്ളാഹു മക്കളെ തന്നത്. ലോകത്തുള്ള എല്ലാ മക്കളെയും അള്ളാഹു മാതാപിതാക്കൾക്ക് നൽകുന്നത് സ്വർഗ്ഗക്കാരായിട്ടാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ജനിക്കുന്നത് സ്വർഗ്ഗക്കാരായിട്ടാണ്. അപ്പൊ എങ്ങനെ തിരിച്ചു കൊടുക്കണം? സ്വർഗ്ഗക്കാരനായിട്ട് തിരിച്ചു കൊടുക്കണം. കൊടുത്തില്ലെങ്കിലോ ആരാ ഉത്തരവാദി? കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കൾ ഉത്തരവാദി. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, നാളെ മഹ്ശറ ലോകത്ത് മക്കളെ അള്ളാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുമ്പോ
മക്കള് പറയും, അല്ലാഹുവേ ലാ അദ്ഖുലന്നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി, എന്റെ പിതാവ് എന്നെക്കാളും മുമ്പ് നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല. എന്റെ മാതാവ് നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് മക്കള് വാശി പിടിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. നിങ്ങളല്ല ഇൻസൈഡൊക്കെ ചെയ്ത് അത്രക്ക് പൂശി ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കായിരിക്കും, മനസ്സിലായ? അങ്ങനെയുള്ള സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അള്ള വരുന്ന പഠിച്ചോൻ വരുന്ന ആള് വിളിക്കാൻ അയച്ചു. എന്നാലും നാജിക്കാനെ വിളിച്ചോണ്ട് പോകാന്ന് പറഞ്ഞു. എന്താ പ്രശ്നം? ഒന്നുമില്ല, മക്കള് വിളിക്കുന്നുണ്ട്. മക്കള് ചോദ്യം ചെയ്തു, മക്കള് നരകത്തിലേക്കാ. എന്താ മോനെ നീ നരകത്തിലെത്താൻ കാരണം? എൻ്റെ ഉപ്പയുടെ ശ്രദ്ധയാണ്. നിങ്ങളാണെങ്കിൽ അല്ല ഇൻസൈഡൊക്കെ ചെയ്തിട്ട് എങ്ങോട്ട് പോകാൻ നിൽക്കാണ്? സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുക. മക്കൾ പിടികൂടി. എന്തുകൊണ്ട്? നിങ്ങൾ ഇൻസൈഡൊക്കെ ശരി തന്നെ, പക്ഷെ ദുനിയാവിൽ നിങ്ങൾ എന്നെ നന്നാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഇൻസൈഡൊക്കെ മാറ്റി എന്റെ കൂടെ നരകത്തിലേക്ക് വാ എന്ന് പറഞ്ഞ് മക്കൾ കൊണ്ടുപോകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സ്വഹീഹായ ഹദീസാണ്. ലാ അദ്ഖുലുൽ നാറ ഹത്താ യദ്ഖുല അബീ മിൻ ഖബ്ലി, എന്റെ പിതാവ് നരകത്തിൽ പ്രവേശിക്കാതെ ഒരു കാരണവശാലും ഞാൻ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് മക്കള് പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ്. അപ്പൊ അല്ലാഹു മാതാപിതാക്കളെ വിളിക്കും. എന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച വന്നുപോയോ എന്ന് അല്ലാഹു പരിശോധിക്കും. നിങ്ങൾ മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തിയിട്ടില്ലേ? ദീന് നൽകിയിട്ടില്ലേ? വിദ്യാഭ്യാസം നൽകിയിട്ടില്ലേ എന്ന് അല്ലാഹു പരിശോധിക്കും. വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ മക്കള് മോശമായത് കാരണത്താൽ അല്ലാഹു നമ്മളെയും നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? അല്ലാഹു നമ്മൾക്ക് മക്കളെ തന്നത് സ്വർഗക്കാരായിട്ടാണ്, നമ്മൾ തിരിച്ചു കൊടുത്തത് നരകക്കാരായിട്ടാണ്. അപ്പൊ അല്ലാഹു തന്ന ഒരു ഉത്തരവാദിത്തത്തെ, അല്ലാഹു തന്ന ഒരു അമാനത്തിനെ ഭംഗിയായി സൂക്ഷിക്കാത്തതിന്റെ പേരിൽ അല്ലാഹു മാതാപിതാക്കൾക്ക് നരകം നൽകുമെന്നാണ്. അതുകൊണ്ടാണല്ലോ അല്ലാഹു പറഞ്ഞത്, അല്ലാഹു സ്വർഗക്കാരായി നിങ്ങൾക്ക് തന്ന മക്കളെ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചു കൊടുക്കേണ്ടത്? വവലദുൻ സ്വാലിഹുൻ യദ്ഉല, നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ മക്കളായിട്ടാണ് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളൊന്നും ചെയ്യണ്ട, പൈസ വെക്കണ്ട, വീടെടുക്കണ്ട, മക്കൾക്ക് സ്വത്ത് വാങ്ങണ്ട, ഒന്നും ചെയ്യണ്ട, സ്വാലിഹാക്കിയാ മതി. മരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായാൽ മതി. സ്വാലിഹീങ്ങളായാലുള്ള നേട്ടം എന്താണ്? വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ, നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ മക്കളെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ മക്കൾ 4-5 മക്കളെ യത്തീമാക്കി നിങ്ങൾ മരിച്ചുപോയി. 2 വയസ്സുള്ള കുട്ടി, 4 വയസ്സുള്ള കുട്ടി, 5 വയസ്സുള്ള കുട്ടി, 10 വയസ്സുള്ള കുട്ടി, നിങ്ങൾ മരിച്ചുപോയി. നിങ്ങൾ മരിച്ചു, നിങ്ങൾ പെണ്ണുങ്ങൾ മരിച്ചു, അള്ളാഹു ഏറ്റെടുക്കും. ആരേറ്റെടുക്കും? വല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ. നിങ്ങൾ വളർത്തുന്ന കാലം വളരെ ദീനിയായ ചിട്ടയോടുകൂടി വളർത്തിയിട്ടുണ്ടെങ്കിൽ, സ്വാലിഹീങ്ങളായി നിങ്ങൾ മരിച്ചു പോകുന്നുണ്ടെങ്കിൽ ആ മക്കളെ അള്ളാഹു ഏറ്റെടുക്കുമെന്നാരാ പറയുന്നത്? പരിശുദ്ധ ഖുർആനാണ് മുഅ്മിനീങ്ങളെ നമ്മൾക്ക് ഉറപ്പ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അള്ളാഹു സൂക്ഷിക്കാൻ തന്ന മുതലാണ് നമ്മുടെ മക്കൾ. എങ്ങനെയാണ് സൂക്ഷിക്കാൻ തന്നത്? സ്വർഗക്കാരനായിട്ടാണ്. അതേ സ്വർഗക്കാരനായിട്ട് തിരിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളായ എല്ലാ മാതാവിന്റെയും പിതാവിന്റെയും കടമയാണ്.